ചോറിൽ നിറച്ച് കിഴങ്ങ്. ഞാൻ ഗർഭിണി ആയതിനു ശേഷം എനിക്ക് ഇഷ്ടമല്ലാതായ 2 പലഹാരങ്ങളാണ് കേട്ടോ, അരിപ്പുട്ടും ദോശയും. പക്ഷെ എന്ത് ചെയ്യാനാണ്, എല്ലാ ദിവസവും സെയിം സാധനം തന്നെ ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. ഇടിയപ്പമാണെങ്കിൽ ഞാൻ എത്ര വേണേലും കഴിക്കും, ഷിനാജിനാണെങ്കിൽ അത് കണ്ണെടുത്ത കണ്ടുകൂടാ. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാലോ എൻ്റെ ഇഷ്ട സാധനമാണ് ഇഡ്ഡലിയും സാമ്പാറും. അതും ഷിനാജിന് വലിയ ലൈക്കുള്ള കാര്യമല്ല. പിന്നെ ഇടയ്ക്കൊക്കെ പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തങ്ങ് കഴിക്കും. അപ്പോൾ കുറച്ച് കുട്ടി ദോശ ഉണ്ടാക്കി പാലും കാച്ചി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിച്ചിട്ട് കുറച്ചധികം ചീര ഷിനാജ് തലേ ദിവസം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് അരിയാൻ വേണ്ടിയിട്ട് ആദ്യം നല്ലപോലെ കഴുകും കേട്ടോ. ഞാൻ ചൂടുവെള്ളത്തിലാണ് മിക്കതും ഈ ഇലസാധനങ്ങളെന്നല്ല പച്ചക്കറികൾ മിക്കതും ഞാൻ ചൂടുവെള്ളത്തിലാണ് കഴുകിയെടുക്കാറ്, എന്നാലും എനിക്കൊരു തൃപ്തി വരത്തുള്ളൂ. പിന്നെ ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. എത്ര കഴിച്ചാലും അങ്ങനെ മടുക്കുന്ന ഒരു ഐറ്റം അല്ല. അങ്ങനെ വേഗം തന്നെ ചീര തേങ്ങയൊക്കെ ഇട്ട് നല്ലപോലെ തോരൻ വെച്ച്, നമ്മുടെ പുതിയ ചട്ടിയാണ് കേട്ടോ, ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെറ്റേണിറ്റി വെയറാണ് കേട്ടോ, അതിൻ്റെ ലിങ്കും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. പിന്നെ സൈഡായിട്ട് ബീഫ് കറി ഉമ്മ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് അടുപ്പത്താക്കിയിട്ട് ഉമ്മ കുറച്ച് വിറകുണ്ടായിരുന്നു, അത് എടുക്കാൻ പോയി കേട്ടോ. എൻ്റെ കെട്ടിയവൻ എൻ്റെ അത്രയും നീളമുള്ള ഒരു വാഴയില വെട്ടി തന്നിട്ട് ഇതേ പള്ളിയിൽ പോകാൻ ഉച്ചയ്ക്ക് ജുമാക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇല വെട്ടിയത് നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇലയൊക്കെ വാട്ടി ചോറ് വെച്ച് കുറച്ച് മുളക് ചമ്മന്തി വെച്ച് പാവയ്ക്ക അച്ചാർ, ചീരത്തോരൻ, പിന്നെ ബീഫ് കറി. എൻ്റെ പൊതിയിൽ കാര്യമായിട്ട് കിഴങ്ങാണ് കേട്ടോ. ഞാൻ ബീഫ് അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് കിഴങ്ങും കുറച്ച് ഗ്രേവിയും വെച്ച് 2 പൊതിയും അടച്ചവിടെ സെറ്റാക്കി വെച്ച് അങ്ങനെ കെട്ടിയോ പള്ളി വിരിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഉമ്മാക്ക് പൊതി കെട്ടിയില്ലെന്ന് നിങ്ങൾ ചോദിക്കും. ഉമ്മാക്ക് വേണ്ടെന്ന് പറഞ്ഞ്, ഉമ്മ കഞ്ഞിയാണ് കുടിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമ്മാക്ക് പൊതി കെട്ടാഞ്ഞത്. പിന്നെ ഈ ഒരു പാവയ്ക്ക അച്ചാർ അടിപൊളിയാണ്. ഇതിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. എൻ്റെ കെട്ടിയോ പിന്നെ ഫുഡിന് ഇനിയിപ്പോൾ ഉപ്പില്ലെങ്കിലും മുളകില്ലെങ്കിലും കുറ്റം പറയാതെ കഴിക്കുന്ന ഒരാളാണ് കേട്ടോ. അത് ഭയങ്കര ലക്കായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഒരു മുട്ട പൊരിച്ച് കൊടുത്താലും പുള്ളിക്കാരൻ നല്ല ആസ്വദിച്ച് ഫുഡ് കഴിച്ചോളും കേട്ടോ. അതുകൊണ്ട് നമുക്ക് എന്തും ഉണ്ടാക്കി കൊടുക്കാൻ ഒരിഷ്ടവുമാണ് സന്തോഷമാണ്. അങ്ങനെ ദേ ഇലയൊക്കെ ഫുള്ള് കാലിയാക്കി അടിപൊളിയെന്ന് എനിക്ക് റിവ്യൂവും തന്ന്. ഈ പൊതിച്ചോറ് എനിക്കും വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇനി എന്തായാലും ഇടക്കിടക്ക് ഞാൻ ഉണ്ടാക്കും.